ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഡോക്ടർ അമൃത രമേശ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പല ആൾക്കാരുമായിട്ട് ഇപ്പം റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ഇപ്പോൾ ക്ലോസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്തായാലും ഒരാൾ മറ്റൊരാളോട് ഒരു അറ്റാച്ച്മെൻറ്റ് പലതരത്തിലായിരിക്കും പ്രകടമാക്കുന്നത്. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽസും ഉണ്ട്. ഒപ്പം കുറേയൊക്കെ ഈ കാണിക്കുന്ന സ്വഭാവങ്ങളായാലും അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ബോണ്ടിൻ്റെ കാര്യത്തിലായാലും ഒരു അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ ആ റിലേഷൻഷിപ്പിൽ അവരുണ്ടാക്കുന്ന ആ ഒരു ബോണ്ടും കാര്യങ്ങളൊക്കെയും രീതികളും പെരുമാറ്റ രീതികളും ഒക്കെയും ഡിപ്പെൻഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ചൈൽഡ്ഹുഡിൽ ഉള്ള കാര്യങ്ങളുമായിട്ടാണ് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. ചൈൽഡ്ഹുഡിലെ കുറേ ട്രോമ അനുഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഹാപ്പി ആയിട്ടുള്ള വളർന്ന അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് ഭാവിയിലേക്കും അത് അവരുടെ ബാധിക്കുന്നതാണ്. ഒരുവിധം കേസുകളിൽ അങ്ങനെ തന്നെയാണ്. ഇനി ചിലപ്പോൾ ഈ വീഡിയോ മൊത്തം കണ്ട് തീരുന്ന സമയത്ത് പല ആൾക്കാർക്കും തോന്നിയേക്കും ഇതൊന്നും അല്ലല്ലോ എൻ്റെ ലൈഫിൽ കിട്ടിയിട്ടുള്ളത്, പക്ഷെ എൻ്റെ സ്വഭാവം ഇങ്ങനെയാണല്ലോ എന്ന് തോന്നിയെന്നിരിക്കും. പക്ഷെ ഞാനതാ പറഞ്ഞത്, ഒരു വിധത്തിലുള്ള ആൾക്കാരുടേതൊക്കെയും ഇങ്ങനെ തന്നെയായിരിക്കും, അതല്ലാത്ത ആൾക്കാരും ഉണ്ട്. ചിലപ്പോൾ ഒരുപാട് നല്ല രീതിയിൽ വളർന്നിട്ടുള്ള നല്ല രീതിയിൽ ഒരു ട്രോമ ഇല്ലാതെ വളർന്നിട്ടുള്ള ആൾക്കാർക്ക് പോലും ചില രീതിയിലുള്ള അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വേറെ തന്നെ കാര്യമായിട്ട്. പക്ഷെ ഇങ്ങനെ നമ്മുടെ ചൈൽഡ്ഹുഡ് സമയത്ത് അല്ലെങ്കിൽ കെയർ ഗിവേഴ്സ് നമുക്ക് തന്നിട്ടുള്ള രീതികൾ, കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ കുറേ ഫേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഭാവിയിൽ ഉണ്ടാകുന്ന അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലിനെ അത് ബാധിക്കും. അത് നമുക്ക് ഈ വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പോൾ നമ്മൾ ഈ ഒരു അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് യുവർ പാർട്ട്ണർ. ഇപ്പോൾ പാർട്ട്ണറിൻ്റെ അടുത്ത് അല്ലെങ്കിൽ പാർട്ട്ണറിൻ്റെ കൂടെ എന്നുള്ളതിൽ മാത്രമല്ല, നിങ്ങളുടെ പാരൻസ് ആവാം, അല്ലെങ്കിൽ സിബ്ലിങ്സ് ആവാം, ഫ്രണ്ട്സ് ആവാം, എന്തോ ആവാം. അപ്പോൾ ഏതൊരു റിലേഷൻഷിപ്പിൽ നോക്കിയാലും ഇത് അപ്ലിക്കബിൾ ആണ്. എസ്പെഷ്യലി ക്ലോസ് ആയിട്ടുള്ള റിലേഷൻഷിപ്സിലാണ് നമുക്ക് ഈ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ കൂടുതൽ നോട്ടീസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 4 തരം അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽസ് ആണുള്ളത്. ഒന്നെന്ന് പറയുന്നത് സെക്യൂർ ആയിട്ടുള്ളത്, രണ്ടാമത്തത് ആങ്ഷ്യസ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ, മൂന്നാമത്തത് അവോയ്ഡൻ്റ് ആയിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ, ആൻഡ് നാലാമത്തെ ഡിസോർഗനൈസ്ഡ് എന്നുള്ള രീതിയിലുള്ള അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ. അപ്പോൾ ഇതൊക്കെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ളത് ഞാൻ പറഞ്ഞുതരാം. സെക്യൂർ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലിൽ ഫസ്റ്റ് വൺ, സെക്യൂർ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലിൽ വരും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ട്രേറ്റ്സ് എങ്ങനെയൊക്കെ ആയിരിക്കും വെച്ചാൽ, നിങ്ങൾ ഭയങ്കര ട്രസ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയിലുള്ള എംപത്തറ്റിക് ആയിട്ടെല്ലാം ചിന്തിക്കാൻ പറ്റുന്ന, ഇപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ബൗണ്ടറീസ് കീപ്പ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ എല്ലാം ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്കെല്ലാം കണ്ടറിഞ്ഞ് ചെയ്യാനായിട്ടുള്ള പറ്റുന്ന, ഇൻഡിപെൻഡൻ്റ് ആവുന്ന സമയത്ത് ഇൻഡിപെൻഡൻ്റ് ആകാനും എന്നാൽ ആ ഒരു രീതിയിൽ സ്നേഹം കാണിക്കാനും ഒക്കെയും പറ്റുന്ന രീതിയിലുള്ളൊരു അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലായിരിക്കും സെക്യൂർ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇതിൽ വെച്ച് കഴിഞ്ഞാൽ വളരെ കംഫർട്ടബിൾ ആയിരിക്കും. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ ഇൻറ്റിമസി കാണിക്കുന്ന കാര്യത്തിലൊക്കെ ആയാലും നിങ്ങൾ വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള രീതിയിലായിരിക്കും നിങ്ങളുടെ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ കാണിക്കുക. അപ്പോൾ ഇതെന്തുകൊണ്ട് ഇങ്ങനെ ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറിയ കാലത്ത് കെയർ ഗിവേഴ്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വളരുന്ന എവിടെയാണോ, നിങ്ങൾക്ക് കെയർ തരേണ്ടതായിരുന്ന എവിടെയാണോ അവിടെ നിങ്ങൾക്ക് അധികം കിട്ടിയിട്ടില്ല. അത് ചൈൽഡ്ഹുഡിലായിരിക്കാം, അത് അറ്റ് സം പോയിന്റ് ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ചിട്ടായാലും മതി. കംപ്ലീറ്റ്ലി നിങ്ങളിങ്ങനെ വളർന്നത് കൊണ്ട് എന്നുള്ളതല്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ട്രോമ ഉണ്ടാക്കിയ ചില കാര്യങ്ങൾ നിങ്ങൾ ചൈൽഡ്ഹുഡിൽ ഉണ്ടായെന്നിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ കുറേ ഹെൽത്തി ആയിട്ടുള്ള മെമ്മറീസ് ആയിരിക്കും ചൈൽഡ്ഹുഡിനെ കുറിച്ചിട്ടുള്ളത്. ചൈൽഡ്ഹുഡിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് അനുഭവിച്ചിട്ടുണ്ടാകുന്ന കാര്യങ്ങളായിരിക്കും റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അപ്പം സെക്യൂർ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചെറുതിൽ കെയർ ഗിവേഴ്സ് നിങ്ങൾക്ക് ഈസിലി അവൈലബിൾ ആയിരുന്നു. എന്തെങ്കിലും ഇപ്പോൾ നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ ഒരു കുട്ടി കരയുന്നു, ഒരു എക്സാമ്പിൾ മാത്രമാണ്, ഒരു കുട്ടി കരയുന്നു, പാലിന് വേണ്ടിയിട്ടാണ് ഒരു കുട്ടി കരയുന്നത്. ആ സമയത്ത് അമ്മ മൈൻഡ് ആക്കാതെ അവിടെ ഫോണിൽ കുത്തിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് വേറെ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലിലേക്കാണ് പോവുക. അതല്ല, അതേ നേരത്ത് കുട്ടി കരയുന്ന സമയത്ത് അമ്മ വില്ലിങ് ആണ്, ഓക്കെ ഓടി വരികയാണ്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുകയാണ്, നോക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് വെറും ഒരു എക്സാമ്പിൾ മാത്രമാണ്. ഇതല്ല അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യം. ഓൾമോസ്റ്റ് ഓൾ ദ മദേഴ്സ് മക്കൾ കരഞ്ഞു കഴിഞ്ഞാൽ പാല് കൊടുക്കും, അത് വേറെ കാര്യം. പക്ഷേ ഒരു എക്സാമ്പിൾ പറയാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഇതൊന്ന് പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് ഒരിക്കലും അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ നമുക്ക് അളക്കാൻ പറ്റില്ല, എങ്കിലും എക്സാമ്പിൾ മാത്രം പറയുകയാണ്. അപ്പോൾ നമ്മൾ ഓടിച്ചെന്ന് കുട്ടിക്ക് പാല് കൊടുക്കുന്നു, അപ്പോൾ അവിടെ കുട്ടിയുടെ നീഡാണ് അവിടെ സാറ്റിസ്ഫൈഡ് ആവുന്നത്. അപ്പോൾ അവിടെ നമുക്ക് സെക്യൂർ എന്നുള്ള രീതിയിൽ ഒരു എക്സാമ്പിൾ മാത്രമായിട്ട് കാണാം. പക്ഷെ ആ ഒരു പാല് കൊടുക്കുക എന്നുള്ളൊരു കാര്യം എല്ലാ അമ്മമാരും കൊടുക്കും. എത്ര ദുഷ്ടത്തരം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഇഷ്ടക്കേടുണ്ടെങ്കിലും കൊടുത്തേ പറ്റുള്ളൂ എന്നുള്ളൊരു അവസ്ഥ അല്ലാത്ത അമ്മമാരും ഉണ്ട്. പക്ഷെ അതൊരു എക്സാമ്പിൾ മാത്രമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇമോഷണലി അവൈലബിൾ ആയിട്ടുള്ള പേരൻസ് ആയിരിക്കും ചെറുതിൽ. അല്ലെ, പേരൻസിനെ മാത്രം പറയണ്ട, കെയർ ഗിവേഴ്സ് എന്നുള്ള രീതിയിൽ കുട്ടികൾ വളർന്നത് എവിടെയാണോ അവിടെ.
ആ രീതിയിൽ. ഇനി രണ്ടാമത്തെ സ്റ്റൈലാണ് ആങ്ഷ്യസ് ആയിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ആങ്ഷ്യസ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഭയങ്കര ഡിപ്പെൻഡൻ്റ് ആയിരിക്കും, ഭയങ്കരമായിട്ട് തൂങ്ങി വലിഞ്ഞ് ആ ഒരാളെ തന്നെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു ജീവിതമായിരിക്കും നിങ്ങളത്. നിങ്ങൾക്ക് എപ്പോഴും റീഅഷ്വറൻസ് വേണ്ടി വരും. എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടോ, എന്നെ സ്നേഹിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എന്നെ ഇട്ടിട്ട് പോകുമോ, അങ്ങനത്തെ ഒരു ഭയപ്പാടായിരിക്കും നിങ്ങൾക്ക് മൊത്തത്തിൽ ഉണ്ടാക്കുക. അങ്ങനെയുള്ളൊരു ടൈപ്പ് ഓഫ് ഇതാണ് ആങ്ഷ്യസ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ വരുന്നത്. ഇപ്പോൾ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ കോഴ്സുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ചെറിയ പ്രായത്തിൽ കെയർ ഗിവേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ചിലപ്പോൾ ഒരു റെസ്പോൺസീവായിട്ട് ചിലപ്പോൾ തോന്നും, നിങ്ങളെ കെയർ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് തോന്നും. അത് നിങ്ങൾ പാരൻസ് മാത്രമാവണമെന്നില്ല, ആരൊക്കെ നിങ്ങളുടെ ചുറ്റിലും ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് കെയർ തന്നിരുന്ന അല്ലെങ്കിൽ തരേണ്ടിയിരുന്ന ആൾക്കാരുടെ അടുത്തും നിങ്ങൾക്ക് കിട്ടിയ റെസ്പോൺസാണ് ഇതൊക്കെ. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ചില സമയത്ത് തോന്നും ഓക്കെ നിങ്ങൾ നോക്കുന്നുണ്ട്, ചില സമയത്ത് തോന്നും തീരെ ഇല്ലാത്ത പോലെ. ഇങ്ങനെയൊക്കെ കണ്ട് വളർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നൊരു സ്വഭാവമാണ് ആങ്ഷ്യസ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ എന്നുള്ളത്. ഇങ്ങനെ വരുന്ന ആൾക്കാർക്ക് മിക്കപ്പോഴും വലുതാകുന്ന സമയത്ത് അവർക്ക് ഇൻസെക്യൂരിറ്റീസ് ഡെവലപ്പ് ചെയ്യും. ഭയങ്കരമായിട്ട് ഇൻസെക്യൂർ ആയിരിക്കും. അതുപോലെ ഇതുപോലെ അല്ലെങ്കിൽ അത് കിട്ടുന്നില്ല എന്നുള്ള ഒരു വിഷമവും ആ ഒരു ഇൻസെക്യൂരിറ്റിയും ആങ്സൈറ്റിയും ഒക്കെ ഉണ്ടാവും ആൾക്കാർക്ക്. അവർക്കെന്ന് വെച്ചാൽ ഇമോഷണലി അപ്സ് ആൻഡ് ഡൗൺസ് വളരെ ഹൈ ആൻഡ് ലോ ആയിട്ട് പെട്ടെന്ന് കളിക്കുക, മൂഡ് സ്വിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും കൂടുതലായിട്ട്. പിന്നെ മൂന്നാമത്തെയാണ് അവോയ്ഡൻറ്റ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഈ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ എങ്ങനെയായിരിക്കും വെച്ച് കഴിഞ്ഞാൽ ഇമോഷണലി വളരെ ഡിസ്റ്റൻ്റ് ആയിട്ട് കെയർ ഗിവേഴ്സ് നിൽക്കുന്ന രീതി, ക്ലോസ് ആവാൻ നോക്കുന്ന സമയത്ത് അത് അവോയ്ഡ് ചെയ്ത് നിർത്തുക, ഇൻഡിപെൻഡൻ്റ് ആവണം എന്നുള്ള കാര്യത്തിലായിരിക്കും ഇവർ കൂടുതൽ ഇൻറ്റിമസിനേക്കാളും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇൻഡിപെൻഡൻ്റ് ആവുന്നുള്ള രീതിയിൽ. അപ്പം ക്ലോസ്നെസ് വേണ്ട സമയത്ത് അതിനെ അവോയ്ഡ് ചെയ്ത് നിർത്തുന്നു. ഇതാണ് അവോയ്ഡൻറ്റ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇതെപ്പോഴായിരിക്കും ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവുക? ചെറിയ പ്രായത്തിൽ, അല്ലെങ്കിൽ കെയർ ഗിവേഴ്സ് നിങ്ങൾ ചൈൽഡ്ഹുഡ് ആയിരുന്ന സമയത്ത് കെയർ ഗിവേഴ്സ് നിങ്ങൾക്ക് അധികം വേണ്ടത്ര കെയർ തന്നിട്ടില്ല, ഇമോഷണലി അൺഅവൈലബിൾ ആവുകയോ അല്ലെങ്കിൽ ഇമോഷണലി എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ നിങ്ങൾ റിജക്ഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യപ്പെടുകയോ ചെയ്യുന്നൊരവസ്ഥയിലൊക്കെയാണ് ഇങ്ങനെ ഉണ്ടാവുക. അങ്ങനെയുള്ളവർക്ക് ഡീപ്പായിട്ടുള്ളൊരു കണക്ഷൻ ഉണ്ടാക്കാനായിട്ട്, മറ്റൊരാളുമായിട്ട് ഡീപ്പായിട്ടുള്ളൊരു കണക്ഷൻ ഉണ്ടാക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ കിട്ടി വളർന്നിട്ടുള്ള ആൾക്കാർക്ക്. നാലാമത്തെയാണ് ഡിസോർഗനൈസ്ഡ് എന്ന് പറയുന്നത്. അതിൽ ഫിയർഫുൾ, അവോയ്ഡൻറ്റ് രണ്ടിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷൻ രീതിയിൽ വരാം. അതായത് നിങ്ങൾക്ക് ക്ലോസ് ആവണോ വെച്ച് കഴിഞ്ഞാൽ ക്ലോസ് ആവാനും തോന്നും, എന്നാൽ നിങ്ങൾ ക്ലോസ് ആവാനോട്ട് സമ്മതിക്കുകയില്ല. നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് തോന്നിയേക്കാം, പക്ഷെ ഡിപ്പെൻഡ് ചെയ്യാതെ നിങ്ങൾ നിങ്ങളുടെ ഇതിൽ നിൽക്കാനായിട്ട് നോക്കും. ഒരു ഇമോഷണൽ കൺഫ്യൂഷൻ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. ഓഫൻ എപ്പോഴാണ് ലിങ്ക്ഡ് ആയിട്ടുള്ള കോസസ് എന്ന് പറയുന്നത്, ഇതിന് കാരണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ പ്രായത്തിൽ അല്ലെങ്കിൽ ട്രോമ, അല്ലെങ്കിൽ എന്തെങ്കിലും അബ്യൂസ്, അല്ലെങ്കിൽ ഒരു നെഗ്ലക്റ്റ് ഒക്കെ ഫേസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഇവർക്ക് ട്രസ്റ്റ് ഇഷ്യൂസും അതുപോലെ തന്നെ ഒരു അൺസ്റ്റേബിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും ഇവർക്ക് ഉണ്ടാവുക. ഭയങ്കരമായിട്ട് ഇമോഷണൽ ഡിസ്ട്രെസ് ഒക്കെ ഉണ്ടായേക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ 4 ടൈപ്സ് ഓഫ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽസ്. നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലായതുകൊണ്ട് എനിക്ക് അറിയില്ല, എങ്കിലും ഞാനിതിനെ ബ്രീഫാക്കാൻ പറ്റുന്നത്രയും ബ്രീഫാക്കിയിട്ട് ഞാൻ പറഞ്ഞത്. ഈ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പേരൻസ് അല്ലെങ്കിൽ കെയർ ഗീവേഴ്സ് കുട്ടിയുടെ നീഡ്സിനോട് എത്ര നല്ല രീതിയിലാണ് പേരൻസ് അല്ലെങ്കിൽ കെയർ ഗീവേഴ്സ് നിങ്ങളോട് നിന്നിട്ടുള്ളത് എന്ന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്. എന്തെങ്കിലും ട്രോമയോ അല്ല എന്തെങ്കിലും നെഗ്ലക്റ്റോ ചെറിയ പ്രായത്തിലുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഡിസോർഗനൈസ്ഡോ അല്ലെങ്കിൽ അവോയ്ഡൻ്റ് ആയിട്ടുള്ളതോ ആയിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽസ് ആയിരിക്കും നിങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവുക. ഇപ്പോൾ ഏർലി എൻവയോൺമെൻറ്റ്, അതായത് നിങ്ങൾ ചെറുതായിരിക്കുന്ന സമയത്ത്, ചൈൽഡ്ഹുഡ് സമയത്ത് നിങ്ങൾക്ക് വളരെ സേഫായിട്ടും നിങ്ങളുടെ ഇമോഷണൽ ഡിപ്പെൻഡൻസി അല്ലെങ്കിൽ ഇമോഷണലി അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാർ നിങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ടായിരുന്നു, സ്റ്റെബിലിറ്റിയും എഫെക്ഷനും ഒക്കെ നിങ്ങൾ കണ്ടു വളർന്നിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ കിട്ടി വളർന്നതാണെന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പോഴും സെക്യൂർ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ സെക്യൂർ ആയിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലിലായിരിക്കും ഉണ്ടാവുക. പിന്നെ അതൊക്കെ പോരായിട്ട് കുട്ടിയുടേതായിട്ടുള്ള ഒരു ഇന്നർ ആയിട്ടുള്ള ഒരിതുണ്ട്, ഒരു ജന്മനാലേ ഉണ്ടാകുന്ന അവരുടെ ഒരു ട്രെയ്റ്റ്സ്, അതും ഈ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽസിനെ ബാധിച്ചേക്കാം. അതല്ലാതെ ചെറുതിൽ കിട്ടുന്നത് തന്നെയായിരിക്കണം എന്നില്ല അവരുടെ ഭാവിയിൽ ഉണ്ടാകുന്നതെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ അത് മാത്രമേ ഉണ്ടാവുള്ളൂ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ. ചെറുതിൽ എങ്ങനെയാണോ കിട്ടിയിരുന്നത് അത് തന്നെയാണ് കുട്ടികളുടെ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ ഷേപ്പ് ചെയ്യുന്നത് എന്ന് നമുക്ക് കംപ്ലീറ്റ്ലി പറയാൻ പറ്റില്ല. അതല്ലാത്ത ഒരുപാട് പേരുണ്ട്. സ്നേഹം ഒരുപാട് കിട്ടി വളർന്നിട്ടുള്ള എല്ലാ രീതിയിലും വന്നിട്ടുള്ള ആൾക്കാർക്കും ആങ്ഷ്യസ് ആയിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലിലേക്ക് എത്തിപ്പെടാറുണ്ട്. അത് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. അപ്പം അതിൽ നമുക്കൊരു എക്സ്റ്റെൻറ്റ് വരെ ഇതുപോലെ ഈ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ ഡിപ്പെൻഡ് ചെയ്യുന്നു, ചൈൽഡ്ഹുഡുമായിട്ട് ലിങ്ക്ഡ് ആണ് എന്നുള്ളത് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇതിനൊക്കെ കോൺസിക്വൻസസ് വരികയാണെന്നുണ്ടെങ്കിൽ സെക്യൂർ ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ കോൺസിക്വൻസസ് ഇല്ല. അവിടെ എല്ലാം ഒരു നല്ല രീതിയിലെല്ലാം സേഫ് ആൻഡ് എംപത്തറ്റിക്കലി ചിന്തിക്കാൻ പറ്റുന്ന, അവനവൻ്റെതായ രീതിയിൽ ഒരു പേഴ്സണലി എല്ലാം ഒരു ബൗണ്ടറി കീപ്പ് ചെയ്യാൻ പറ്റുന്ന, ഹെൽത്തി ആയിട്ടുള്ള ബൗണ്ടറീസ് കീപ്പ് ചെയ്യാൻ പറ്റുന്ന, എന്നാൽ എല്ലാവരുടെ കാര്യത്തിലും ഒരു അറ്റാച്ച്മെൻറ്റിൽ നല്ല ദൃഢത ഉണ്ടാവുക, ഇൻറ്റിമസി ഉണ്ടാവും, അങ്ങനത്തെ ഒക്കെ രീതിയിൽ എല്ലാം കൊണ്ടും സേഫ് ആൻഡ് കംഫർട്ടബിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് സ്റ്റൈലായിരിക്കും. അപ്പോൾ അവിടെ വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഫുൾഫില്ലിംഗ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും സെക്യൂർ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലിൽ ഉണ്ടാവുക. ആങ്ഷ്യസ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലിൽ വരുമ്പോൾ എന്താ, ഹൈ ഡിപ്പെൻഡൻറ്റ് ഭയങ്കരമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരാളെ, അതുപോലെ തന്നെ അവർക്ക് ഭയങ്കര ആങ്സൈറ്റി ആയിരിക്കും, വളരെയധികം സ്ട്രെസ്ഫുൾ ആയിരിക്കും അവർക്ക്.
അവോയ്ഡൻറ്റിൽ ഉറപ്പായിട്ടും എങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇൻറ്റിമസി ഒട്ടും തന്നെ പറ്റില്ല. ഇമോഷണലി അറ്റാച്ച്ഡ് ആവുമോ എന്നുള്ള ഒരു അവസ്ഥയിൽ അവരെ കാണാനും പോലും പറ്റില്ല. അവർ വളരെയധികം ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരായിരിക്കും. ഒട്ടും തന്നെ ക്ലോസ് ആയിട്ട് നിൽക്കാനായിരിക്കും അവർക്ക് ഒട്ടും ആഗ്രഹമില്ല. ഡിസോർഗനൈസ്ഡിൽ വരുമ്പോൾ വോളറ്റൈൽ ആയിട്ടുള്ള ഇപ്പം അവർക്ക് വേണം എന്നാൽ വേണ്ട, അങ്ങനത്തെ ഒരു ഇത് അവർക്ക് പേടിയായിരിക്കും. അറ്റാച്ച്ഡ് ആവണം എന്ന് മനസ്സ് പറയും, എന്നാൽ അതിനോട് പേടിയായിരിക്കും. അങ്ങനത്തെ ഒരു അവസ്ഥ. അപ്പം നമുക്ക് ഒരു സെക്യൂർ ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ നമുക്ക് ബിൽഡ് ചെയ്യണം. നമുക്ക് സെൽഫായിട്ട് ബിൽഡ് ചെയ്യണം, അല്ലെങ്കിൽ അത് ഒരു അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ നമുക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. നമ്മളെപ്പോഴും കൺസിസ്റ്റൻ്റ്ലി എപ്പോഴും അറ്റൻറ്റീവ് ആയിരിക്കണം. അതായത് കുട്ടിക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ, നീഡ്സ്, ഇമോഷണലാവാം, ഫിസിക്കലാവാം, എന്തും എന്ത് നീഡ്സ് ഉണ്ടെങ്കിലും നമ്മൾ അവൈലബിൾ ആണോ എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. പിന്നെ നിങ്ങൾക്ക് ഷോ ചെയ്യാവുന്ന കാര്യമാണ് വളരെ ഒരു ഇമോഷണൽ വാംത്ത് അല്ലെങ്കിൽ ഇൻറ്റിമസി കാര്യങ്ങൾ. ഹഗ്സിലൂടെ അല്ലെങ്കിൽ ഒരു ഉമ്മ വയ്ക്കുന്നതിലൂടെ, കണ്ണുകൾ കൊണ്ടിട്ടുള്ള ഐ കോണ്ടാക്റ്റ് കൊണ്ട്, അല്ലെങ്കിൽ ഒരു വാംത്ത്, നമ്മൾ ആ ഒരു സ്നേഹം, ഇൻറ്റിമസി ഫീൽ ചെയ്യിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ അത്. പിന്നെ എത്രയൊക്കെ ലിമിറ്റ്സ് വെച്ച് കഴിഞ്ഞാലും കുട്ടിയുമായിട്ട് നിങ്ങളൊരു എന്താ പറയുക, അവരുടെ കാര്യങ്ങൾ, അവരുടെ ഫീലിങ്സ്, ഇമോഷൻസ് ഒക്കെ നിങ്ങളടുത്ത് വന്ന് പറയുമ്പോൾ അതിന് ഇമോഷണലാണ്, വീക്കാണ് എന്നുള്ള രീതിയിൽ കുട്ടി അതിനെ കാറ്റഗറൈസ് ചെയ്ത് അല്ലെങ്കിൽ ജനറലൈസ് ചെയ്ത് മാറ്റി നിർത്താതെ അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഓൾ ആർ ഹ്യൂമൻ ബീങ്സ്. അവർക്ക് എല്ലാവർക്കും ഇമോഷണൽ അല്ലാത്തൊരു മനുഷ്യൻ പോലും ഈ ലോകത്ത് ജനിച്ചിട്ടില്ല. അപ്പോൾ അതിനെ മനസ്സിലാക്കാനും അതിനെ വാലിഡേറ്റ് ചെയ്യാനും ശ്രമിക്കുക. ആസ് എ പാരൻ്റ് അല്ലെങ്കിൽ ആസ് എ കെയർ ഗിവർ നിങ്ങൾ അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക, അവരെ അക്നോളജ് ചെയ്യുക. പിന്നെ ഇമോഷണലി അവൈലബിൾ ആവുക എന്നുള്ളതാണ്. ഇമോഷണലി അവൈലബിൾ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സേഫായി തോന്നണം. എന്തുണ്ടെങ്കിലും വന്ന് പറയാനായിട്ട് പറ്റുന്ന, അല്ലെങ്കിൽ എന്തുണ്ടെങ്കിലും കൂട്ടുണ്ടാകാം എന്നുള്ള രീതിയിലായിരിക്കണം നിങ്ങൾ ആ ഒരു ബോണ്ട് ഉണ്ടാക്കേണ്ടത്. പിന്നെ സെക്യൂർ ആയിട്ടുള്ള ഒരു ബൗണ്ടറീസ് എപ്പോഴും കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഡിസിപ്ലിൻ ആയാലും എല്ലാ രീതിയിലായാലും ആവശ്യമുള്ള, അത് കൈൻഡ്നെസ്സിൽ കൂടെ അവർക്ക് ഡിസ്പ്ലേ ചെയ്യുക, അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ കാണിച്ചു കൊടുക്കുക, ഇങ്ങനെയൊക്കെയാണ് ബൗണ്ടറീസ് കീപ്പ് ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ പറഞ്ഞു കൊടുക്കുക. പിന്നെ റിപ്പയർ ചെയ്യുക, അതായത് ആഫ്റ്റർ എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ സംസാരിച്ച് അത് ക്ലിയർ ചെയ്യാനും, അതുപോലെ തന്നെ അതിലൊരു അപ്പോളജി പറയേണ്ടതാണെങ്കിൽ അപ്പോളജി പറഞ്ഞിട്ട് അതിനെ വീണ്ടും മിസ്റ്റേക്കിനെ ക്ലിയർ ചെയ്തിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഇനി അഡൾട്ട്സിനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ റൊമാൻറ്റിക് അല്ലെങ്കിൽ ഒരു ക്ലോസ് റിലേഷൻഷിപ്പ് വരുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മളുടെ തന്നെ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലും രീതികളും എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക നിങ്ങളുടെ പാർട്ട്ണറായിട്ട്. നിങ്ങൾക്ക് എന്തൊക്കെയാണ് നീഡ്സ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫിയർ, പേടികൾ എന്തൊക്കെയാണ്, നിങ്ങളുടെ ഇഷ്ടങ്ങൾ, ഇഷ്ടമില്ലായ്മകൾ, കാര്യങ്ങളൊക്കെ ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ട്രസ്റ്റ് നിങ്ങൾ ഗ്രാജുവലായിട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഹോണസ്റ്റ് ആണെന്നുള്ള രീതിയിൽ എല്ലാം കൊണ്ടും ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. പിന്നെ എംപത്തറ്റിക്കലി റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളത്. നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു ഇമോഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫീലിംഗ് ഒരു പാർട്ട്ണർ നിങ്ങളുടെ അടുത്ത് വന്ന് പറയുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ വാലിഡേറ്റ് ചെയ്യാതെ അതിനെ ഇങ്ങനെ ഇട്ട് കളയുകയാണെങ്കിൽ അത് മാറ്റുക. പകരം നിങ്ങൾ അവരുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ ചിന്തിക്കുക, ഓക്കെ അവളുടെ അല്ലെങ്കിൽ അവൻ്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിച്ച് നോക്കുക. എന്നിട്ട് ആ ഫീലിങ്സിനെ, ഇമോഷൻസിനെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആദ്യം തന്നെ നിങ്ങൾ ഈ പറയുന്നതൊക്കെ അവർ പറയുന്നത് എന്താണെന്ന് ലിസൺ ചെയ്യുക. പിന്നെ ഹെൽത്തി ആയിട്ടുള്ള ബൗണ്ടറീസ് എപ്പോഴും നിങ്ങൾ കീപ്പ് ചെയ്യുക. അത് നിങ്ങളുടേതായിട്ടുള്ളൊരു സ്പേസ് എന്തായാലും, ഐ മീൻ ഇപ്പോൾ ഏത് റിലേഷൻഷിപ്പിലും നീ നിൻ്റെ കാര്യങ്ങൾ നോക്കി ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ, അതല്ല സ്പേസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അത് ഒരു സർട്ടൻ ആസ്പെക്റ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലോസ്നെസ്സിന് പേഴ്സണൽ സ്പേസിൽ ഒരു ചെറിയൊരു ഗ്യാപ്പ് നമ്മൾ തന്നെ കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ എപ്പോഴും ഒരു ഇമോഷണലി സ്ട്രെസ്സോ കോൺഫ്ലിക്റ്റോ എന്തെങ്കിലും വരുന്ന സമയത്ത് ഗ്രൗണ്ടഡ് ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. പിന്നെ തെറാപ്പി ആവശ്യമുള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തെറാപ്പി എടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. എന്തെങ്കിലും പാസ്റ്റ് ട്രോമ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെന്തായാലും തെറാപ്പി എടുക്കുക. ഇനി നമ്മൾക്ക് വേണ്ടിയിട്ട് തന്നെ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. സെൽഫായിട്ടുള്ള ആ ഒരു അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ ബിൽഡ് ചെയ്യുന്ന കാര്യത്തിൽ നമ്മളോട് തന്നെ ഒരു സെൽഫ് കമ്പാഷൻ ഉണ്ടാക്കുക. നമ്മളോട് തന്നെ സംസാരിക്കുക, നമ്മളോട് തന്നെ കൈൻഡായിട്ട് സംസാരിക്കുക എന്നുള്ളതാണ്. എന്തെങ്കിലും ഒരു ഹാർഡ് സമയത്ത് കൂടെ കടന്നു നമ്മളോട് തന്നെ, നമുക്ക് വേണ്ടി തന്നെ നമ്മൾ തന്നെ കൈൻഡായിട്ട് സംസാരിക്കുക എന്നുള്ളത് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി സെക്കൻഡ് എന്ന് പറയുന്നത് നമ്മുടെ നീഡ്സ് ഉണ്ട്, നമ്മുടെ ആവശ്യങ്ങളുണ്ടാവും, ബേസിക് ആയിട്ടുള്ളതും എല്ലാം. അത് നമ്മൾ മീറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ ഭക്ഷണത്തിലായാലും നറിഷ്മെൻറ്റ് കാര്യങ്ങൾ, ഉറക്കം, എല്ലാ കാര്യത്തിലും നമ്മളുടെ നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ഉള്ളിൽ കുറേ തോട്ട്സും നമ്മൾ തന്നെ കുറേ സംസാരങ്ങളൊക്കെ ഉണ്ടാവും. നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ള കുറേ തോട്ട്സ് കാര്യങ്ങളൊക്കെ, അതിനെ നമ്മൾ റീപ്ലേസ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള രീതിയിൽ നമ്മൾ തന്നെ ഒരു സജഷൻ കൊടുത്ത് നമ്മൾ തന്നെ പോസിറ്റീവായി ആക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ പാസ്റ്റ് നമ്മുടെ മുന്നേ എന്തെങ്കിലും ഉണ്ടായിട്ടുള്ള റിലേഷൻഷിപ്പിലാവട്ടെ, എന്തെങ്കിലും ഒരു ട്രോമ അല്ലെങ്കിൽ ട്രോമാറ്റിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലൂടെ കടന്നു വന്നിട്ടുള്ള ആൾക്കാരാണെങ്കിലും ഇതേപോലത്തെ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽസ് ബിൽഡ് ചെയ്തെന്നിരിക്കാം. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പോഴും ആ ഒരു ട്രോമയായിട്ട് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് തെറാപ്പി എടുക്കാനായിട്ട് ശ്രമിക്കുക. അതിനൊരു ഹീലിംഗ് അല്ലെങ്കിൽ തെറാപ്പി നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആയിരിക്കും.
പിന്നെ ഇതിനൊക്കെ നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ടെക്നിക്കാണ് ജേർണലിങ്. ഞാൻ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ജേർണലിങ്. നമ്മൾ എഴുതി വെക്കുക, ഒരാളടുത്ത് സംസാരിക്കുന്ന പോലെ നമ്മൾക്ക് വെൻ്റ് ഔട്ട് ചെയ്യാനായിട്ട് നമ്മുടെ ഉള്ളിലത്തെ ഇമോഷണൽ കാര്യങ്ങളെല്ലാം കൂടെ നമുക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ തിങ്ങി നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഒരാൾക്ക് ഷെയർ ചെയ്യുന്ന രീതിയിൽ നമുക്കത് നോട്ട് ഡൗൺ ചെയ്യാം, നമുക്ക് ജേർണൽ ചെയ്യാം. അതൊരു നല്ല കാര്യമാണ്. അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുക്കായിട്ട് കീപ്പ് ചെയ്യണമെങ്കിൽ കീപ്പ് ചെയ്യാം, പക്ഷേ എഴുതിയിട്ട് കളയാം, ത്രൂ ഇറ്റ് ഓഫ്, അല്ലെങ്കിൽ കീറി കളയാം, ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. സെൽഫ് അവയർനെസ് ഉണ്ടാക്കുക, നമ്മൾ എന്താണ്, നമ്മുടെ അറ്റാച്ച്മെന്റ് സ്റ്റൈൽ എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ ഞാൻ പറഞ്ഞതുപോലെ സെൽഫ് റെഗുലേഷൻ പഠിക്കുക, മനസ്സിലാക്കുക, അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. മൈൻഡ്ഫുൾനെസ്സും മെഡിറ്റേഷനും ബ്രീത്തിങ് ടെക്നിക്ക് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക. കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യുക. എന്താണെന്നുണ്ടെങ്കിൽ അത് മര്യാദയ്ക്ക് സംസാരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ക്ലിയർ ആക്കാനായിട്ട് ശ്രമിക്കുക. ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് സംസാരിക്കുകയാണെങ്കിൽ അത് നന്നായിട്ട് ലിസൺ ചെയ്യുക. അവരിനെ കേൾക്കുന്നുണ്ട്, അവരുടെ ഫീലിങ്സ് ഇമോഷൻസ് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക കാര്യങ്ങൾ. പിന്നെ ഇമോഷണൽ സേഫ്റ്റി എപ്പോഴും ബിൽഡ് ചെയ്യുക. നിങ്ങൾ എപ്പോഴും ഇമോഷണലി പ്രസൻ്റ് ആവുക, ഇമോഷണലി പ്രസൻ്റ് ആയിട്ടിരിക്കുക നിങ്ങളുടെ പാർട്ട്ണറുടെ അടുത്ത്. എപ്പോഴും എമ്പത്തറ്റിക് ആവാൻ നോക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് അവർ പറയുന്ന പലതിനോട് നിങ്ങൾക്ക് യോജിക്കാൻ പറ്റിയെന്ന് വരില്ല, പക്ഷെ എമ്പത്തറ്റിക്കലി ചിന്തിക്കുക, നമ്മളാണ് അവരുടെ സ്ഥാനത്ത് എന്നുള്ള രീതിയിൽ, നിങ്ങളുടെ പാർട്ട്ണറാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആഫ്റ്റർ ഓൾ ഷീ ഈസ് മൈൻ അല്ലെങ്കിൽ ഹീ ഈസ് മൈൻ എന്നുള്ള രീതിയിൽ ചിന്തിച്ച് വാലിഡേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ചില കാര്യങ്ങൾ വാലിഡേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് വെൻ ഇറ്റ് കംസ് ടു എ റിലേഷൻഷിപ്പ്, ലൈക്ക് അതൊരു ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ വരുമ്പോൾ. പിന്നെ സെറ്റ് ആൻഡ് റെസ്പെക്ട് ബൗണ്ടറീസ് എന്നുള്ളതാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. നമ്മൾ നോ പറയേണ്ടടുത്ത് നോ പറയാനായിട്ട് പഠിക്കുക. അത് പേരൻസിനോടായാലും സിബ്ലിങ്സിനോടായാലും ഫ്രണ്ട്സിനോടായാലും ആരുടെ അടുത്തായാലും നോ പറയേണ്ട സ്ഥലത്ത് നോ പറയാനും യെസ് പറയേണ്ടടുത്ത് യെസ് പറയാനും ധൈര്യമായിട്ട് പറ്റണം. അത് ഒരിക്കലും ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിൽ ഒരിക്കലും ആവണമെന്നില്ല. മര്യാദയ്ക്ക് മാന്യമായി യെസ് പറയേണ്ടടുത്ത് യെസ്സും നോ പറയേണ്ടടുത്ത് നോവും പറയാനായിട്ടുള്ള ഒരു ബൗണ്ടറി എപ്പോഴും നിങ്ങൾ കീപ്പ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ ഒരു കോൺഫ്ലിക്റ്റിന് ശേഷം റിപ്പയർ ചെയ്യുക എന്നുള്ളത് ഞാൻ പറഞ്ഞു. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പാസ്റ്റ് ട്രോമ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഹീലിംഗ് ഉറപ്പായിട്ടും എടുക്കണം, അല്ലെങ്കിൽ തെറാപ്പി എടുക്കണം. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫോസ്റ്റർ ചെയ്യുക. ഈ ഒരു സെക്യൂർ ആയിട്ടുള്ള അറ്റാച്ച്മെന്റ് സ്റ്റൈലിൽ നമ്മൾ എന്താ പറയുക ദൃഢമാക്കാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക, ഒരു റിലേഷൻഷിപ്പ് നന്നായിട്ട് കൊണ്ടുപോകാനായിട്ട്. നമ്മൾ നമ്മളോട് തന്നെ സ്നേഹിക്കുന്ന രീതിയിൽ നമ്മളോട് തന്നെ നല്ല രീതിയിൽ ആ ഒരു സെൽഫ് അറ്റാച്ച്മെന്റ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ആ ചെയ്യേണ്ടത്. നമ്മളുടെ നീഡ്സിനും നമ്മുടെ കാര്യങ്ങളും നമ്മുടെ സന്തോഷം കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കണം ഉറപ്പായിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് അറ്റാച്ച്മെന്റ് സ്റ്റൈൽസ് എന്തൊക്കെയാണെന്നുള്ളതിൻ്റെ ഒരു ബ്രീഫ് ആയിട്ട് പറയാം. ബ്രീഫ് എന്നുള്ളത് പറഞ്ഞ് സമയം ഒരുപാട് ലെങ്തിയായി വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഈ വീഡിയോ ഒന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷെ ഒരിക്കലും വിചാരിക്കരുത് ചൈൽഡ്ഹുഡിൽ കിട്ടുന്ന ഓക്കെ ചൈൽഡ്ഹുഡിൽ ഇങ്ങനെയൊക്കെയായിരുന്നു പക്ഷെ എന്തുകൊണ്ട് ഇങ്ങനെ സ്വഭാവമായി എന്ന് ഒരിക്കലും ചിന്തിക്കരുത്. അറ്റാച്ച്മെന്റ് സ്റ്റൈൽസ് എന്ന് പറയുന്നത് അതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നതല്ല, ചൈൽഡ്ഹുഡിൽ എന്ത് കിട്ടി എന്നുള്ളത് മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നതല്ല, നിങ്ങൾ എങ്ങനെ പിന്നീട് വളർന്നു എന്നുള്ളതൊക്കെ ചൈൽഡ്ഹുഡ് മാത്രമല്ല അതിനൊരു ഫാക്ടർ. പിന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ ട്രോമയും നിങ്ങൾക്ക് മറ്റു പലരുടെ അടുത്തു നിന്ന് കിട്ടുന്ന ചില കാര്യങ്ങളും ഒക്കെ നിങ്ങളുടെ സ്വഭാവത്തിനെ ഷേപ്പ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. നിങ്ങൾ തന്നെ മനസ്സിലാക്കുക നിങ്ങൾ ഏത് അറ്റാച്ച്മെന്റ് സ്റ്റൈലിലാണ് ഉള്ളതെന്ന്. ആൻഡ് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മളുടെ അടുത്ത് പേഴ്സണലി ഒരു കൗൺസിലിങ്ങോ അല്ലെങ്കിൽ ഒരു കൺസൾട്ടേഷനോ രീതിയിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. എങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കൺസൾട്ടേഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മാത്രം മതി. ഈ ഒരു വീഡിയോ കൊണ്ട് എല്ലാവർക്കും മനസ്സിലായിട്ട് കുറേയൊക്കെ എന്ന് വിചാരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.